നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഉടനെങ്ങും സമാധാനം കൈവരിക്കാൻ സാധിക്കുമെന്ന് കരുതേണ്ട. ഇന്നലെ പുറത്തുവന്ന വാർത്തകളിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. സമാധാന ചർച്ചയ്ക്കായി പാകിസ്ഥാനിലേക്ക് പോകേണ്ടതില്ലെന്ന് US പ്രതിനിധി സംഘത്തെ അറിയിച്ചതായി ഡൊണാൾഡ് ട്രംപ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. 18 മണിക്കൂർ വെറുതെ കളയേണ്ടതില്ലെന്ന് സംഘത്തെ അറിയിച്ചതായി ട്രംപ് പറയുകയായിരുന്നു. വെറുതെ ചർച്ച ചെയ്ത് സമയം കളയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന് ഏതു സമയവും തങ്ങളെ വിളിക്കാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. US-ഉമായുള്ള നിർണായക ചർച്ചകൾക്ക് മുന്നോടിയായി പാകിസ്ഥാനിലെത്തിയ ഇറാൻ പ്രതിനിധി സംഘം മടങ്ങിയതോടെ ചർച്ചകൾ അങ്ങനെ വീണ്ടും അനിശ്ചിതത്വത്തിലായ അവസ്ഥയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും സൈനിക മേധാവി അസീം മുനീറുമായും കൂടിക്കാഴ്ച നടത്തിയാണ് ഇസ്ലാമാബാദിൽ നിന്ന് മടങ്ങിയത്. യുദ്ധം അവസാനിപ്പിക്കേണ്ടത് US മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾക്ക് അനുസൃതമായിരിക്കരുതെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കണമെന്നാണ് ഇറാൻ നിലപാട് കടുപ്പിച്ചത്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഇറാന്റെ ആവശ്യങ്ങളുടെ ഔദ്യോഗിക പട്ടിക പാകിസ്ഥാന് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. US പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരദ് കുഷ്ണറും ചർച്ചയ്ക്കായി പാകിസ്ഥാനിലെത്തുമെന്ന് വൈറ്റ് ഹൌസ് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും ഇവർ എത്തിയതായി ഇതുവരെ യാതൊരു ഔദ്യോഗിക സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. ആണവ നിരായുധീകരണം ഉൾപ്പെടെയുള്ള US-ന്റെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കില്ലെന്നാണ് ഇറാന്റെ പക്ഷം. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം US അവസാനിപ്പിച്ചാലേ ചർച്ചകളിൽ പങ്കെടുക്കൂ എന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാണ് US ആവശ്യപ്പെടുന്നത്. ചർച്ചാ സാധ്യതകൾക്കിടയിലും US-ന് ഇറാൻ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകി. US നാവിക ഉപരോധം തുടർന്നാൽ ശക്തമായ പ്രതിരോധമുണ്ടാകുമെന്നും ഇറാന്റെ ആക്രമണശേഷി അമേരിക്ക തിരിച്ചറിയണമെന്നും ഖത്തം അൽ അൻബിയ സെൻട്രൽ ആസ്ഥാനം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ പ്രതിനിധി സംഘം പാക് നേതാക്കളുമായി ഏകദേശം 2 മണിക്കൂറോളം ചർച്ച നടത്തിയിരുന്നു. മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും നയതന്ത്ര ചർച്ചകൾ അനിവാര്യമാണെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. മധ്യസ്ഥ ശ്രമങ്ങൾ തുടരാൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന് സൈനിക മേധാവി അസീം മുനീറും വ്യക്തമാക്കി. ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദ് കഴിഞ്ഞ 6 ദിവസമായി കടുത്ത സുരക്ഷാ ലോക്ക്ഡൌണിലാണ്. ഏപ്രിൽ 11 നടന്ന ആദ്യവട്ട ചർച്ചയുടെ സമയത്തും സമാനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഇറാൻ സംഘം ഇസ്ലാമാബാദിൽ നിന്ന് മസ്കറ്റിലേക്കും തുടർന്ന് റഷ്യയിലേക്കും പോയി. US-ഉമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് നിലവിൽ പദ്ധതിയില്ല എന്ന് തന്നെയാണ് ഇറാന്റെ ഔദ്യോഗിക അറിയിപ്പ്. അതേസമയം ഇറാൻ പതാകയുള്ള കപ്പലിനെ ഹോർമൂസ് കടലിടുക്കിന് സമീപം US യുദ്ധക്കപ്പലായ USS റാഫേൽ പെരാൾട്ട തടഞ്ഞത് മേഖലയിൽ കൂടുതൽ സംഘർഷത്തിന് കാരണമായിട്ടുണ്ട്.